വരെ വരട്ടെ, അവരുടെ ഈമാൻ വർദ്ധിച്ചു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെയാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും പറഞ്ഞപ്പോൾ ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ൽ ലം യംസസ്ഹും സൂഅ്, ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായില്ല. അവർ അള്ളാഹുവിൻ്റെ ഔദാര്യത്തോടു കൂടെയാണ് പിന്നെ മടങ്ങിപ്പോയത്. അവർക്ക് പരാജയമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഖൽബിൽ കിടക്കേണ്ട കാര്യമാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എൻ്റെ കാര്യം എൻ്റെ റബ്ബ് സാധിപ്പിച്ചു തരും, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു റഫീഖായി, നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന, നമ്മോടൊപ്പം നമ്മെ അറിയുന്ന, നമ്മുടെ ഉള്ളും പുറവും അറിയുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു ജല്ല ജലാലുവാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത്, ഒരാളോട് പറയാതെ, ഒരാളോട് മിണ്ടാതെ നമ്മുടെ ഖൽബിനുള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മുറാദുകൾ അതാർക്കറിയാം? അള്ളാഹുവിനറിയാം ജല്ല ജലാലു. ആ റബ്ബ് മരിക്കുന്നവരേക്കും ഇങ്ങനെ സാധിപ്പിച്ചു തരാൻ. അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഖസാഇനുഹു മൽആ, അവൻ്റെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ഹദീസിലുണ്ട്, ലൗ സഅലു ലൗ വഖഫു ഫീ സഈദിൻ വാഹിദിൻ, ജനങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ സ്വഫായിട്ട് ക്യൂ ആയിട്ട് നിന്നെന്ന് വിചാരിക്കുക. ഓരോരുത്തരും വന്ന് കൗണ്ടറിൽ വന്ന് ചോദിക്കാൻ, അവർക്ക് വേണ്ടത് മുഴുവൻ ചോദിച്ചു. 6 ബില്യൺ ആളുകൾ വന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചു എന്ന് സങ്കല്പിക്കുക. ഓരോരുത്തരും ചോദിക്കണത് എന്തായിരിക്കും? ആദ്യം തന്നെ വേൾഡ് ബാങ്ക് ബുക്ക് ചെയ്യും, പിന്നെ നാട്ടിലെ സർവമാന പ്രോപ്പർട്ടികളും അതും ഇതും ഇതൊക്കെ ആദ്യത്തെ 2 ആൾ തന്നെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ചോദിച്ചാലും ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് ചോദിച്ചത് മുഴുവൻ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്താൽ ലം യൻഖുസുഹു ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ യം, ഒരു കടലിൽ ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചി മുനയുടെ ഉള്ളിൽ എത്രയാണോ വെള്ളമുള്ളത് ആ വെള്ളത്തോളമേ അള്ളാഹുവിൻ്റെ ഖജനാവ് എന്നാൽ അതൊന്നും അല്ല, അത് ഒന്നും കുറഞ്ഞില്ലല്ലോ. അള്ളാഹു നൽകിയാലും അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും, അത് അള്ളാഹിൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അത് ഖൽബിലേക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ടോ? അള്ളാഹിൻ്റെ അടുത്ത് ഇതുണ്ട് ഉണ്ടാവേക്കൂലേ? അങ്ങനെയാണോ തോന്നുന്നത്? ഖസാഇനുഹു മൽആ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് കണക്ക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ അടുത്തതുണ്ട്. ആരോഗ്യത്തിൻ്റെ, സ്വഹത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഇസ്സത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ആ ഒരാളോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്?